സെക്ഷൻ 9.14 എക്സൈസ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കാം. Verify Stokes theorem for f is equal to 5yi minus 5xj plus 3k. S is the portion of the plane z is equal to 1 within the cylinder x square plus y square equal to 4. Assume that the surface S is oriented upward. Stokes theorem verify ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുണ്ട് എഫ് എന്താണെന്ന്. എഫ് ഇസ് ഈക്വൽ ടു 5yi minus 5xj plus 3k. S is the portion of the plane z is equal to 1 with the cylinder x square plus y square is equal to 4 എന്നും പറഞ്ഞിട്ടുണ്ട്. To find surface integral, നമുക്കറിയാം സ്റ്റോക്സ് തിയറത്തിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. അല്ല, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ് എന്നാണ്. പല ഓരോന്നും കണ്ടെത്തേണ്ടതുണ്ട്. ആദ്യമായി കേൾ എഫ് കണ്ടുപിടിക്കാം. കേൾ എഫ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്. എഫ് എന്ന് പറഞ്ഞാൽ 5y മൈനസ് 5x 3. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സിമ്പിൾ സ്റ്റെപ്സ് ആണ്, എല്ലാ സ്റ്റെപ്പിനും അവിടെ എഴുതിയിട്ടുണ്ട്. മൈനസ് 10k എന്ന് കിട്ടും. ഇനി z is equal to 1 എന്ന അവർ തന്നിട്ടില്ലേ പ്ലെയിൻ. അപ്പോൾ z is equal to 1 ഞാൻ g of x, y, z എന്ന് വിളിച്ചു. ലെറ്റ് g of x, y, z is equal to z minus 1. z is equal to 1 z minus 1 ആക്കി എടുത്തു, ഇക്വേഷൻ രൂപത്തിലാക്കി. Then del g, that is dou by dou x of gi plus dou by dou y of gj plus dou g by dou zk, that is equal to dou by dou x of z minus 1 I plus dou by dou y of g എന്ന് പറഞ്ഞാൽ z minus 1 ആണല്ലോ, z minus 1 j plus dou by dou z of z minus 1 k, that is equal to z minus 1 with respect to x on differentiate ചെയ്യുമ്പോൾ 0, z minus 1 with respect to y on differentiate ചെയ്യുമ്പോൾ 0, z minus 1 with respect to z on differentiate ചെയ്യുമ്പോൾ 1, that is k. So n is equal to യൂണിറ്റ് നോർമൽ വെക്ടർ ആണ് വേണ്ടത്. del g by the norm del g ആണ്. norm del g equal to k by root of 1 square, that is equal to k by 1 equal to k. So n is equal to k എന്ന് കിട്ടി. Then സ്റ്റോക്സ് തിയറത്തിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതാണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് കേൾ ഓഫ് ഡോട്ട് എൻ, ഇതാണ് കേൾ ഓഫ് മൈനസ് 10k ഡോട്ട് എൻ എന്ന് പറഞ്ഞ k ആണ് ഡി എസ്, ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ്. ഇത് ഡോട്ട് എടുക്കുമ്പോൾ മൈനസ് 10 ഡി എസ്, മൈനസ് 10 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ മൈനസ് 10 ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി എസ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി എസിനെ നമുക്ക് മാറ്റണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി എസിലെ ഈ ഡി എസിന്റെ ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്, നമ്മളതിനെ എഫ് എന്ന് വിളിച്ചാൽ എഫ് 1 ആണെങ്കിൽ ശരിക്കും ഡബിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് വോളിയം ആണ്. പക്ഷെ ഡി എസിന്റെ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് ഏരിയയാണ്. അപ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി എസിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഏരിയയിലോട്ട് മാറ്റുമ്പോൾ റീജിയനിലോട്ട് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഇതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടെ കണ്ടതാണത്. ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി എസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ. ഓക്കെ, ഡി എസ് ഡി എ ആയിട്ട് മാറി. റീജിയൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ആണ് റീജിയൻ. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു പ്രൊജക്ഷൻ നോക്കാറില്ല സാധാരണ രീതിയിൽ. ഇതാണ് നമ്മുടെ സിലിണ്ടർ. അപ്പോൾ സിലിണ്ടറിന്റെ താഴെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സർക്കിൾ ആയിരിക്കും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സെഡ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതൊരു സർക്കിളാണ് വിത്ത് റേഡിയസ് 2. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സർഫസ് മാറിയപ്പോൾ റീജിയൻ ആയിട്ട് മാറി. റീജിയൻ എന്ന് പറയുന്നത് സർക്കിളാണ്, റേഡിയസ് 2 ആയിട്ട് സർക്കിളിന്റെ റേഡിയസ് എന്താ? സർക്കിളിന്റെ ഏരിയ എന്താ?
pi r square. R എന്ന് പറഞ്ഞ 2. So pi into 2 square, that is 4 pi. അങ്ങനെയാണ് ഇത് മാറിയത്. -10 into double integral over r d എന്ന് പറഞ്ഞാൽ pi 2 square. That is -10 into 4 pi. That is -40 pi. ഇതാണ് സ്റ്റോക്സ് തിയറത്തിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇനി അപ്പുറത്തെ ഭാഗം ലൈൻ ഇന്റഗ്രൽ ആണ്. അതിനായിട്ട് തന്നിട്ടുണ്ട് x² + y² 4. ഇതെന്ന് പറഞ്ഞ സർക്കിൾ ആണ് വിത്ത് റേഡിയസ് 2. ബൈപോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പോളാർ കോർഡിനേറ്റ്സ് എടുത്ത് പറഞ്ഞിരുന്നു. നമുക്കിതിന് ലൈൻ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ x² + y² r² ഫോമിലാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം കൊണ്ടുവരാം. ഇത് ആ രൂപത്തിലായതുകൊണ്ട് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം കൊണ്ടുവരാണ്. പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ x = r cos θ, y = r sin θ ആണ്. r എന്ന് പറഞ്ഞാൽ റേഡിയസ്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ x = 2 cos θ വരും t, y = 2 sin t. θ t എടുത്തു മാത്രം. x = 2 cos t ആണെങ്കിൽ dx ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? -2 sin t dt. y = 2 sin t ആണെങ്കിൽ dy = 2 cos t dt. z = 1 ആണെങ്കിൽ dz = 0. സർക്കിൾ ആയതുകൊണ്ട് t യുടെ വേരിയേഷൻ 0 to 2π. Given f = 5y - 5yi - 5xj + 3k. r എന്ന് പറഞ്ഞാൽ അറിയാം xi + yj + zk ആണ്. സോ dr = dxi + dyj + dzk. സോ f of dr ഇത് ഡോട്ട് ഇത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താണ്ടാവുക? ഐകൾ 1 ആയിട്ട് പോകും. സോ 5y dx - 5x dy + 3dz. ഇതാണ് സ്റ്റോക്സ് തിയറത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് വരാം. ലൈൻ ഇന്റഗ്രൽ ഓവർ c f dot dr ലൈൻ ഇന്റഗ്രൽ ഓവർ c 5y ഇതാണല്ലോ f dot dr 5y dx - 5x dy + 3dz. that is equal to 5y എന്ന് പറഞ്ഞാൽ 2 sin t ആണ്, dx എന്ന് പറഞ്ഞാൽ -2 sin t dt ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -5 അതുപോലെ 2x എന്ന് പറഞ്ഞാൽ 2 cos t, dy എന്ന് പറഞ്ഞാൽ 2 cos t dt + 3dz എന്ന് പറയുന്നത് 0. that is equal to 0 to 2π മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 into 2 10, 10 into -2 -20 sin square t. ഇവിടെ -20 cos square t. ഇത് 0 ആയിട്ട് പോയി. -20 പുറത്തെടുത്തു. dt-നെ ഓക്കെ, ഇവിടെ dt-നെ നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. This is -20 sin square t + cos square t. that is ഇതെന്ന് പറഞ്ഞ 1 ആണല്ലോ. so -20 into 0 to 2π dt. that is -20 integral of dt is t 0 to 2π. that is -20 into 2π - 0. that is -40π. ഇത് തന്നെയാണ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിട്ടിയത് -40π. സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ therefore ക്ലോസ് ഇന്റർവൽ ഓവർ c f dot dr എന്ന് പറയുന്നതും ഡബിൾ ഇന്റർവൽ ഓവർ s കേൾ ഓഫ് ഡോട്ട് n ds എന്ന് പറയുന്നതും സെയിം ആണ്. അതെന്ന് പറഞ്ഞാൽ -20π ആണ്. ഹence സ്റ്റോക്സ് തിയറം വെരിഫൈഡ്.